ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയിട്ട് മാസങ്ങളേറെയാകുന്നു. അതിനിടയിൽ ആദ്യമായി രാഹുൽ ഗാന്ധി ബീഹാറിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അതിനുശേഷം അദ്ദേഹം തൻ്റെ ശൈലിയിൽ അങ്ങ് പ്രസംഗിച്ച് കയറുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബീഹാറിൽ വഖഫ് ഭേദഗതി നടപ്പിലാക്കില്ല. പിന്നീട് അദ്ദേഹം പറയുകയാണ്, തനിക്ക് രോഗം ബാധിക്കില്ല, എനിക്ക് ദൈവവുമായി നേരിട്ട് ബന്ധമുണ്ട്. ഈ സമയം കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ചിന്തിക്കുകയായിരിക്കും അല്ലേ, ഇദ്ദേഹം വരണ്ടായിരുന്നു എന്ന്. അല്ല, അദ്ദേഹത്തിന് രോഗം എന്തോ വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് സാധാരണ രോഗമല്ല, വലിയ ഗുരുതര രോഗമാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയില്ല, എനിക്ക് ദൈവം കൂടെയുണ്ട്, എനിക്ക് രോഗം വരില്ല, മുകളിലോട്ട് നോക്കിക്കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് മുകളുമായി നേരിട്ട് ബന്ധമാണ്, എനിക്ക് രോഗം വരില്ല. അതെ. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ സംശയമുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ തനിക്കുണ്ട്. അപ്പോൾ രോഗം എനിക്ക് വരില്ല എന്നിപ്പോൾ പറയാൻ ആരും അദ്ദേഹത്തിന് രോഗമുള്ളതായിട്ട് ഇപ്പോൾ പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. പക്ഷെ എന്തായാലും ബീഹാറിൽ സംഭവിക്കുന്നത് വലിയ വലിയ നീക്കങ്ങളാണ്. കാരണം ബീഹാറിൽ ഭരണം അല്ലെങ്കിൽ മരണം എന്നുള്ള രീതിയിലാണ് തേജസ്വി യാദവ് നിൽക്കുന്നത്. അപ്പോൾ തേജസ്വി രാഹുൽ ഗാന്ധിയെ അവിടെ അടുപ്പിക്കാത്തതിന് കാരണം അവിടുത്തെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് RJD സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആരെ സംബന്ധിച്ചിടത്തോളം, യാദവ് മുസ്ലിം വോട്ട് എന്നുള്ളതാണ്. യാദവ് മുസ്ലിം കോമ്പിനേഷൻ വരുമ്പോൾ 7,42,00,000 വരുന്ന വോട്ടർമാരിൽ ഏതാണ്ട് ഒരു വലിയ വിഭാഗം അതിൽ തന്നെ ഉൾപ്പെടുകയാണ്. ഈ വോട്ടുകൾ മുഴുവൻ പിടിക്കണം. ഇപ്പോൾ യാദവിൻ്റെ ഒരു വിഭാഗം തനിക്ക് കിട്ടും, പക്ഷേ കുറേ BJPക്ക് പോയേക്കുമെന്ന് സംശയമുണ്ട്. പക്ഷേ മുസ്ലിം വോട്ടുകൾ അങ്ങനെയല്ല. ഇപ്പോൾ 19, പണ്ട് 16 ഇപ്പോൾ 19% ഉണ്ട്. അപ്പോൾ ഏകദേശം 2 കോടിയോളം മുസ്ലിം വോട്ടുകളുണ്ട്. ഈ വോട്ടുകൾ ഒരെണ്ണം പോകാതെ എൻ്റെ പെട്ടിയിൽ വീഴണമെന്ന് ഇവിടെ കേരളത്തിൽ UDF എങ്ങനെയാണോ ആവശ്യപ്പെടുന്നത് അതുപോലെ, അല്ലെങ്കിൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും SDP കൂടെ എങ്ങനെയാണോ UDFന് ഒരു വോട്ട് പോകാതെ മുസ്ലിങ്ങളുടെ വോട്ട് മുഴുവൻ വീഴണമെന്ന് ആഗ്രഹിക്കുന്നത്, അതുപോലെ ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ തേജസ്വി യാദവും ആഗ്രഹിക്കുന്നത് അച്ഛൻ്റെ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് എനിക്ക് മുസ്ലിം വോട്ടുകൾ മുഴുവൻ പെട്ടിയിലാക്കണം എന്നുള്ളതാണ്. അതിന് അച്ഛൻ പണ്ട് എന്താണ് ചെയ്തതെന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത്. അച്ഛൻ 1990 LK അദ്വാനി രാമജന്മഭൂമിയിലേക്കുള്ള രഥയാത്ര നടത്തിയപ്പോൾ ആ രഥയാത്ര ഇന്ത്യ മുഴുവൻ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട്, ഇന്ത്യയിലെ മുഴുവൻ ജനതയെയും ഇളക്കി മറിച്ചുകൊണ്ട് ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ചു. അത് മഹാരാഷ്ട്രയിൽ വന്നു, പിന്നീട് ആന്ധ്രയിൽ വന്നു, മധ്യപ്രദേശിൽ വന്നു. അത് കഴിഞ്ഞിട്ട് അത് ഈ വരുന്ന വഴിയിലെല്ലാം നരസിംഹറാവു ഓരോ മുഖ്യമന്ത്രിമാരോടും പറയുന്നുണ്ട് അതിനെ തടുക്കണം, എവിടെയെങ്കിലും ഇട്ട് തടുക്കണമെന്ന്. പക്ഷേ ഇവരാരും തടുത്തില്ല എന്ന് മാത്രമല്ല, ലാലു പ്രസാദാണ് നല്ല ചാടി വീണ് പറഞ്ഞത്, ഞാൻ അത് തടുക്കും, ആര് തടുത്തില്ലെങ്കിൽ ഞാൻ തടുക്കും എന്ന് പറഞ്ഞ് സമസ്തിപൂറിനടുത്ത് സീതാമർഹി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ ഈ രഥം തടുക്കുകയും വലിയ ഒരു രാജ്യം മൊത്തമുള്ള ഒരു വലിയ വാർത്തയാവുകയും കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു വാർത്തയാകുകയും ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും രോമാഞ്ചമുണ്ടാക്കുന്ന ഒരു വാർത്തയാവുകയും ചെയ്തു. അതിൽ ബീഹാറിലെ മുസ്ലിങ്ങൾ N ബ്ലോക്കായിട്ട് ലാലു പ്രസാദിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതാണ് യാദവ് മുസ്ലിം കോമ്പിനേഷനിൽ കൂടെ എല്ലാ കാലത്തും ലാലു പ്രസാദ് ഭരണത്തിൽ നിന്നത്. പക്ഷേ ലാലു പ്രസാദിൻ്റെ ഭരണം കാലക്രമത്തിൽ മാറി. ആ സാഹചര്യത്തിൽ ഇപ്പോൾ തേജസ്വി വിചാരിക്കുന്നത് അച്ഛൻ്റെ ആ പാരമ്പര്യം എനിക്ക് പിന്തുടരണം, അത് പിന്തുടരണമെങ്കിൽ ഇതുപോലത്തെ ഒരു അട്ടിമറി ഞാനും നടത്തണം. അതിനിപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നതാണ് വഖഫ് പുതുക്കിയ നിയമം. നമുക്കറിയാം, ഇന്ത്യ മുഴുവൻ കൊള്ളക്കമുണ്ടാക്കി. ഇന്ത്യയിലെ വിവിധ മുസ്ലിം സംഘടനകൾ അതിശക്തമായി പ്രതിഷേധിച്ചു. എന്നിട്ട് ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയ വക്കീലന്മാരെ വെച്ച് സുപ്രീം കോടതിയിൽ ഈ കേസ് വാദിച്ചു. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, വർഗീയമാണ്, നിലവിലുള്ള നിയമങ്ങൾക്കെല്ലാം വിരുദ്ധമാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞെങ്കിലും സുപ്രീം കോടതി ഇതൊന്നും കേട്ടതല്ലാതെ വകവെച്ചില്ല. കാരണം ഇതിനകത്ത് യാതൊരുവിധ, ഇവർ പറയുന്ന വിധത്തിലുള്ള യാതൊരുവിധ വർഗീയതയും അതിനകത്തില്ല. ഇത് കടുത്ത മറ്റുള്ളവരുടെ വസ്തു തട്ടിയെടുക്കുന്ന ഒരു മുസ്ലിം നിയമത്തിനെ പോളിഷ് ചെയ്തുകൊണ്ട് വന്ന ഒരു നിയമമാണെന്ന് സുപ്രീം കോടതിക്കും ഏതാണ്ട് ബോധ്യമായി. അതിലവരാകെ പറഞ്ഞത് ഈ വഖഫിൽ ഹിന്ദുക്കളുടെ ആസ് ഫാർ ആസ് പോസിബിൾ നമ്മൾ കഴിയുന്നത്ര മുസ്ലിങ്ങളെ അതിനകത്ത് ഉൾക്കൊള്ളിച്ച് വേണം
ആ ബോർഡ് രൂപീകരിക്കാൻ അല്ല ഇത്തരം എന്നുള്ളത് മാത്രമാണ് ഒരു നിർദ്ദേശമായിട്ട് പറഞ്ഞത്. അല്ല ഇത്തരം വിഭജനം നടത്തിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉത്തർപ്രദേശിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് എസ്-പിക്കും കഴിഞ്ഞു. ആ തന്ത്രം തന്നെയാണല്ലോ ഇപ്പോൾ ആ തന്ത്രം തന്നെയാണ് ബീഹാറിൽ ഇവിടെ അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അച്ഛൻ പണ്ട് ചെയ്തത് എങ്ങനെയാണ്, ഈ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയോ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയോ ആന്ധ്രയിലെ മുഖ്യമന്ത്രിയോ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയോ ആരും തന്നെ ഇനി പിന്നെ ബീഹാർ കടന്ന് യു പിയിൽ ചെല്ലുമ്പോൾ യു പിയിലെ മുഖ്യമന്ത്രിയോ ഒന്നും തന്നെ ഈ രഥം തടുക്കാൻ ഞങ്ങൾക്ക് കഴിയും, ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞില്ല. ലാലു പ്രസാദ് മാത്രമാണ് പറയുകയും തടുക്കുകയും അവിടെ വെച്ച് അദ്വാനിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ ഒരു പുതിയ അത്ഭുതം കാണിച്ചാലേ എനിക്ക് ഈ മുസ്ലിങ്ങളുടെ പുതിയ കാലത്തെ മുസ്ലിങ്ങളുടെ മുഴുവൻ സ്നേഹം പിടിച്ചു പറ്റാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എടുത്ത തന്ത്രമാണ് ഇപ്പോൾ സുപ്രീം കോടതി വിചാരിച്ചിട്ടും തടുക്കാൻ പറ്റാത്ത വഖഫ് നിയമം ഞാനിവിടെ തടുക്കും എന്ന് പറയുന്നത്. അതൊരു നടക്കാത്ത കാര്യമാണ്. കാരണം ഇന്ത്യയിൽ എല്ലാവർക്കും നിൽക്കുന്ന ഒരു നിയമം ഒരിക്കലും അവിടെ മാത്രമായിട്ട് നടത്താതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. പക്ഷെ അങ്ങനെ ഒരു വലിയ വാദം ഉന്നയിച്ചുകൊണ്ട് അവിടുത്തെ മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും തൻ്റെ പെട്ടിയിൽ വീഴുകയും അങ്ങനെ തനിക്ക് ഭരണം പിടിക്കാൻ കഴിയുകയും ചെയ്യണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. അല്ല ആ കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഇല്ലല്ലോ. രാഹുൽ ഗാന്ധി പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ പറയുകയാണ് ഇത്തരം വിടുവായുത്തനങ്ങൾ വിളിച്ചുവിടുമ്പോൾ അത് കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു സംഘടനാ സംവിധാനം BJPക്കുണ്ട്. അതായിരുന്നു BJP 2014 മുതൽ നടപ്പിലാക്കി വരുന്നത്. രാഹുൽ ഗാന്ധി എന്ത് പറയുമോ, രാഹുൽ ഗാന്ധിക്ക് എന്ത് തെറ്റ് പറ്റുമോ വീഴ്ച പറ്റുമോ അത് ജനങ്ങളിലേക്ക് പരമാവധി എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇത്തരം പ്രസ്താവനകളും തിരിച്ചടിയാകില്ലേ? ഇദ്ദേഹം സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ വേറൊരു കോമാളിയായി മാറില്ലേ? തീർച്ചയായിട്ടും. എത്രയോ തവണ കോൺഗ്രസിന് നോർത്ത് ഇന്ത്യയിൽ അടി കിട്ടിയത് മുഴുവൻ ഇതിനാണ്. കാരണം അവർ മതേതരത്വം എന്ന് പറയുകയും ഒന്നാന്തരം വർഗീയത തന്നെ പ്രത്യേകിച്ച് മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവിടുത്തെ പിന്നെ നോർത്ത് ഇന്ത്യയിലെ മുഴുവൻ ജനതയും. അപ്പോൾ വർഗീയമായിട്ട് ജനങ്ങളെ ഒപ്പം നിർത്താനാണ് രാഹുൽ ഗാന്ധി എക്കാലവും ശ്രമിച്ചിരുന്നത്. രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും അതേ നയത്തിൽ വന്നതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ അവർക്ക് നിരന്തരം ഇങ്ങനെ തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ തിരിച്ചടിയിൽ നിന്ന് അവർക്ക് മുക്തമാകാൻ കഴിയുന്നില്ല. ബീഹാറിലും അവർക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാനാണ് ഇതെല്ലാം ഉപകരിക്കുക. പക്ഷേ അവരുടെ കണക്ക് കൂട്ടൽ മറ്റൊന്നാണ്, മുസ്ലിങ്ങളുടെ വോട്ട് ഇങ്ങനെ വാങ്ങിക്കുക, അതിനുശേഷം SC ST പിന്നോക്കം എന്നൊക്കെ പറഞ്ഞ് ഹിന്ദു വോട്ടുകൾ പലതായി സ്പ്ലിറ്റ് ചെയ്ത് അതും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്ത്യ പിടിക്കുക എന്നുള്ള തന്ത്രമാണ്. ഈ തന്ത്രം എപ്പോഴും തൊലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കുമോ തേജസ്വി യാദവ് തുടക്കത്തിൽ രാഹുൽ ഗാന്ധി അങ്ങോട്ട് അടുപ്പിച്ചില്ല? രാഹുൽ ഗാന്ധി അടുപ്പിക്കാത്തത് മറ്റൊരു കാരണമാണ്. രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട്, വോട്ട് അധികാർ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം വോട്ടുകൾ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് വന്നവരുടെ പിന്തുണ കൂടി നേടിക്കൊണ്ട് മുസ്ലിം വോട്ടുകൾ തൻ്റെ പക്ഷത്തേക്കാക്കാൻ കോൺഗ്രസിന് അവിടെ കഴിഞ്ഞ 1989 മുതൽ നഷ്ടപ്പെട്ട വേര് വീണ്ടും ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് സംശയം തോന്നി. ആ സംശയം വന്നപ്പോഴേ അകറ്റി നിർത്തി. അതാണ് സംഭവിച്ചത്. അല്ലാതെ അവരുടെ വോട്ട് ബാങ്കാണ് മുസ്ലിമും യാദവും. അതിനകത്തേക്ക് കോൺഗ്രസ് വന്ന് കളിക്കേണ്ട, കളിച്ചാൽ പടിക്ക് പുറത്ത് എന്ന് പറഞ്ഞതാണ് നമ്മൾ കണ്ടത്. അവസാനം മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് വന്ന് അച്ഛൻ്റെയും അമ്മയുടെയും മോൻ്റെയും കാൽക്കൽ വീണ് ആ യാദവ് കുടുംബത്തിൻ്റെ മുഴുവൻ പ്രീതി സമ്പാദിച്ചുകൊണ്ടാണ് എങ്ങനെയെങ്കിലും കിട്ടിയ 60 സീറ്റുകളെങ്കിലും നിലനിർത്താൻ കഴിഞ്ഞു. 61 സീറ്റ്. ഇല്ലെങ്കിൽ അതും കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവിടെയെല്ലാം റാന്തൽ RJD സ്ഥാനാർത്ഥികളെ റാന്തൽ ചിഹ്നത്തിൽ നിർത്തിയതാണ്. അത് അശോക് ഗെഹ്ലോട്ട് വന്ന് കാല് പിടിച്ചതുകൊണ്ടാണ് അത് അവസാനിച്ചത്. ഇപ്പം രണ്ടുപേരും ഒന്നിച്ചു വരാനുള്ള കാരണവും അശോക് ഗെഹ്ലോട്ടാണ്. അയാളോട് ഇവിടെ വരണ്ട എന്നുള്ള രീതിയിലാണ് ലാലു പറഞ്ഞത്. അതുതന്നെയാണ് തേജസ്വിയുടെയും ആഗ്രഹമായിരുന്നു. ഇപ്പോഴും തേജസ്വി കൈ ചേർത്ത് പിടിക്കുന്നത് നിങ്ങൾ കണ്ടു നോക്ക്. അതിൽ രാഹുൽ ഗാന്ധിയുടെ കൈയല്ല പിടിച്ചിരിക്കുന്നത്. അത് രാഹുൽ ഗാന്ധിയുടെ ഇപ്പുറത്ത് നിൽക്കുന്ന മറ്റാരുടെയോ കൈയാണ് പിടിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ കൈ പിടിച്ചല്ല തേജസ്വി യോഗത്തിൽ പൊക്കി കാണിച്ചത്. ഇതൊക്കെ കാണിക്കുന്നത് അവരിലെ ആ അകൽച്ച ഇപ്പോഴും നിൽക്കുന്നു. പിന്നെ ഇലക്ഷനാണ്, എന്തെങ്കിലും 10 വോട്ട് ഇതിൻ്റെ പേരിൽ പോകുന്നെങ്കിൽ അത് പോകാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തേജസ്വി സമ്മതിച്ചു കൊടുത്തതാണ്. ഇനി തേജസ്വിക്ക് ഭൂരിപക്ഷം വന്നാൽ പോലും അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ ഉദിക്കുന്നില്ല. ഇപ്പോഴത്തെ എല്ലാ കണക്കുകളും തേജസ്വിക്ക് ഭൂരിപക്ഷത്തിലെത്താൻ കഴിയില്ല എന്നാണ്. NDA മുന്നണി തന്നെ അധികാരത്തിൽ വരുമെന്നാണ്. എന്തെങ്കിലും കാരണവശാൽ ഭൂരിപക്ഷത്തിലെത്തിയാൽ പോലും കോൺഗ്രസിനെ അവർ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇനി വരുന്ന ചിത്രം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.